നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ രാഷ്ട്രീയ പ്രചാരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യ സഖ്യം. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്രയ്ക്കും RJD നേതാവ് തേജസ്വി യാദവിന്റെ ബീഹാർ അധികാർ യാത്രയ്ക്കും ശേഷം പ്രിയങ്കയുടെ റാലിയാണ് ഇനി വരാൻ പോകുന്നത്. സെപ്റ്റംബർ 26-ന് ചമ്പാരനിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ റാലി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ 14 ദിവസം നീണ്ടുനിന്ന 1300 കിലോമീറ്റർ വോട്ടർ അധികാർ യാത്ര അവസാനിച്ച് ഒരു മാസത്തിന് ശേഷമാണ് പ്രിയങ്കയുടെ റാലി പ്രഖ്യാപനം. ചമ്പാരനിലെ മോത്തിഹാരിയിലാണ് പ്രിയങ്കയുടെ റാലി നടക്കുക. സെപ്റ്റംബർ 24-ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗവും ബീഹാറിലെ പട്നയിലാണ് നടക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക, KC വേണുഗോപാൽ തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം CWC യോഗത്തിൽ പങ്കെടുക്കും. മഹാഗഡ്ബന്ധൻ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നതും സീറ്റ് വിഭജന ചർച്ചയും യോഗത്തിൽ നടക്കും. 2020-ലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ബീഹാർ മഹാഗഡ്ബന്ധനെ ബാധിച്ചത് കോൺഗ്രസിന്റെ മോശം പ്രകടനമാണ് എന്ന വിമർശനം സഖ്യകക്ഷികൾക്കിടയിലുണ്ടായിരുന്നു. മത്സരിച്ച 144 സീറ്റുകളിൽ 75 സീറ്റുമായി RJD വലിയ ഒറ്റകക്ഷിയായെങ്കിലും കോൺഗ്രസ് 19 സീറ്റ് മാത്രമാണ് നേടിയത്. മത്സരിച്ച 19 സീറ്റുകളിൽ 12 എണ്ണം നേടി CPIML ലിബറേഷൻ അപ്രതീക്ഷിത പ്രകടനം അന്ന് പുറത്തെടുത്തു. CPIയും CPIMഉം 2 സീറ്റ് വീതവും നേടി. ഈ പശ്ചാത്തലത്തിൽ ഇത്തവണ ശക്തമായ പ്രവർത്തനം താഴെത്തട്ടിൽ നടത്താനുള്ള കോൺഗ്രസ് തീരുമാനം ഫലം കാണുന്നുവെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ. മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിന്റെ ബീഹാർ അധികാർ യാത്ര സമഷ്ടിപൂരിലെ മുസാരി ഗരാരിയിൽ കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത്. RJDയുടെ പഞ്ചദിന യാത്രയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചുവെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ. 17 മാസമായി തുടരുന്ന നിതീഷ് കുമാർ ഭരണത്തെ ഈ യാത്രയിൽ തേജസ്വി അടക്കമുള്ള നേതാക്കൾ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. സമസ്തിപൂർ, വൈശാലി, മഹുവ, പടേപൂർ, താജ്പൂർ അടക്കം വിവിധ മേഖലകളിൽ റാലിക്ക് വൻതോതിൽ ജനമെത്തിയത് പ്രതീക്ഷയോടെയാണ് ഇന്ത്യ സഖ്യവും കോൺഗ്രസും കാണുന്നത്. പ്രിയങ്കയുടെ റാലിയോടെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ കൂടുതൽ തരംഗം സൃഷ്ടിക്കാനാകുമെന്നും കോൺഗ്രസ് കരുതുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.